Hi dear parents and students. 2024 നീറ്റ് എക്സാമിനേഷൻ എഴുതിയ റേസ് ഏകൻ വിദ്യാർത്ഥികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റേസിലെ ഏറ്റവും മികച്ച ഒരു വിജയം കൈവരിച്ചിട്ടുള്ള ആകാശാണ് നമ്മളുടെ കൂടെ എന്നുള്ളത്. നമുക്ക് ആകാശിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. അപ്പൊ ആകാശ്, എക്സാമിനേഷൻ കഴിഞ്ഞു, ഒരു വർഷത്തെ അധ്വാനം നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മളുടെ ഒരു റിസൾട്ട് എന്നുള്ളതും, ഒരു മികച്ച ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിനേഷൻ? ആദ്യം തന്നെ ചോദിക്കട്ടെ. എക്സാം പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന്റെ അതേ ഒരു ലെവലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബയോളജി കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നു. ബയോളജിയും കെമിസ്ട്രിയും ഇത്തിരി കൂടി എളുപ്പമായിരുന്നു. ഫിസിക്സ് ആയിരുന്നു ഈ പ്രാവശ്യം എനിക്ക് ഇത്തിരി കൂടി ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ റാങ്ക് ഡിസൈഡിങ് പോലെ തോന്നിയത്. ഫിസിക്സ് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയോ? എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കി എഴുതി. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി ആയിരുന്നു ഈ പ്രാവശ്യം എനിക്ക് തോന്നിയതിൽ ഏറ്റവും എളുപ്പമുണ്ടായിരുന്നത്. ജസ്റ്റ് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം. അത്രേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എയിംസ് ബാച്ചിലല്ലായിരുന്നു ആകാശ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എയിംസ് ബാച്ചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നീറ്റിന്റെ ജേർണിയില്? എയിംസ് ബാച്ച് തന്നെയാണ് പറയുകയാണെങ്കിൽ ആ സിസ്റ്റമാറ്റിക് ലേണിംഗിൽ കൂടെ പോയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നല്ലൊരു മാർക്ക് എനിക്ക് കിട്ടാൻ കാരണം ദിവസം നമ്മൾ ഡെയിലി എക്സാംസിലൂടെ ദിവസം പോയി അത് കഴിഞ്ഞിട്ട് നമ്മളതായ പ്രത്യേകമുള്ള എയിംസ് മെറ്റീരിയലിൻ്റെ ബുക്കും അതിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും, നീറ്റിനെക്കാളും ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ഓരോരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഇത്തിരി കൂടി നമുക്ക് വ്യക്തമാകാനും, അതേപോലെ തന്നെ നമ്മളെ ടീച്ചർമാരും എയിംസ് ബാച്ചിൽ എടുക്കുന്നത് അത്ര നല്ല അടിപൊളി ടീച്ചർമാരായിരുന്നു. ഓരോരോ കൺസെപ്റ്റ് നമുക്ക് വേണ്ട പോലെ എടുത്തുതരാനും, അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മാർക്കിലേക്ക് എത്താൻ പറ്റിയത്. ഹോസ്റ്റലിൽ നിന്നിട്ടല്ലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അല്ല, ഡേ സ്കോളർ ആണ്. ഓക്കെ, നമുക്ക് ഹോസ്റ്റൽ ബാച്ചും ഉണ്ടല്ലോ. അപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ആകാശ് പെർഫോമൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു? അത് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ കുറച്ച് അധികം പഠിക്കുന്നുണ്ടാവോ, ഞാൻ പഠിക്കാതിരിക്കുന്നുണ്ടാവോ, എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റഡി പാറ്റേൺ മുന്നോട്ട് കൊണ്ടുപോയത്? ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ തന്നെ ഹോസ്റ്റലേഴ്സ് ഉണ്ടാവുക. എന്നപ്പോൾ ആദ്യം എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു, അവർ നമ്മളെക്കാട്ടും പഠിക്കുമല്ലോ, അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻ ഇല്ല, അവരിതായിരുന്നു. എന്നപ്പോൾ എന്നോട് നമ്മളെ ജെസ്സിയ മിസ് ഒക്കെ ആയിരുന്നു പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ അതന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെന്താണ്, ഒരു ദിവസം ഒരു ഫിക്സഡ് ടൈമിൽ ഞാൻ ബാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി സമയം കൃത്യമായിട്ട് പഠിക്കാൻ തന്നെയായിരുന്നു ഇതുണ്ടായത്. നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി ആലോചിക്കുന്നതിനെക്കാട്ടും നല്ല നമ്മളെ രീതിയിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലവർക്ക് കുറേ നേരം പഠിക്കാനുള്ള ഇതുണ്ടാവും, 12-13 മണിക്കൂറും. പക്ഷേ ചിലവർക്ക് ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഓക്കെ ആയിരിക്കും. എൻ്റെ ഇതിൽ എനിക്കൊരു 10 തൊട്ട് 11 മണിക്കൂർ വരെ ഒരു ദിവസം പഠിക്കുന്നതായിരുന്നു എൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. എന്നപ്പം അത് എത്താനായിരുന്നു ഞാൻ എപ്പോഴും ശ്രമിക്കല്. ബാക്കിയുള്ളവരെ ഞാൻ നോക്കില്ല സത്യം പറഞ്ഞാൽ. വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ റേസിന് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, എയിംസിന്റെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റേസിന്റെ ലൈബ്രറിയിൽ വന്നിരുന്ന് പഠിക്കാറുണ്ടായിരുന്നോ? ഞാൻ കൂടുതൽ ലൈബ്രറിയിലായിരുന്നു എപ്പോഴും ഉണ്ടാകാറ്. കാരണം ഞാൻ ഇതേമാതിരി ഇവിടെ ഇരിക്കുമ്പോൾ ഇത്തിരി ഉഴപ്പുന്നുള്ളൊരു പേജ് ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ റേസിൽ വന്നിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ ഇരുന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ അങ്ങോട്ട് വരാറ്. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മളെ സ്റ്റഡി മെറ്റീരിയലും പിന്നെ ഒരു പുറമേ ഉള്ളൊരു ബുക്കും അതാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യല്. ഫസ്റ്റ് നമ്മളെ സ്റ്റഡി മെറ്റീരിയലത്തെ കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ മാറ്റി എഴുതാറുണ്ട് വേറെ ഒരു ബുക്കിലാക്കിയിട്ട്, എനിക്ക് വേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നത്. അതും അതേപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റീവത്തെ ഒരു ബുക്കും കൂടി എടുത്തിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസും കൂടി ക്ലബ് ചെയ്തിട്ട് ഞാനൊരു ബുക്കാക്കി വെക്കാറാണ്. എന്നിട്ട് അത് കൂടുതൽ റിവൈസ് ചെയ്യാനാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആകാശ് ഇനി ഒരു ഡോക്ടർ ആകാശ് എന്നുള്ളൊരു ലേബലിലേക്ക് മാറാൻ പോവാണ്. ഇത് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നോ അല്ലെങ്കിൽ പിന്നീട് വളർന്നു വന്നൊരു ആഗ്രഹമായിരുന്നോ? ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഹൈസ്കൂൾ ഒരു 8th കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായൊരു തോട്ടായിരുന്നു. എന്തുകൊണ്ട് എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു +1 +2 ആയപ്പോൾ അതിലേക്ക് ഒത്തിരി കൂടി ഞാൻ സീരിയസ് ആവുകയായിരുന്നു ചെയ്തത്. പിന്നെ എനിക്ക് വേറെ കുറേ കോഴ്സ് ഇപ്പോൾ NIT-യിലാണെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നപ്പോൾ എനിക്ക് ആ ഒരു തോട്ടിലേക്ക് വേറെ വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇതന്നെ വേണം എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ വീണ്ടും ഇതിനോട് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാവുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ഹോസ്റ്റലിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ പോകാറുണ്ട്. ഇതൊക്കെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അത് മിസ്സായിപ്പോയോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മളതിപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ദിലീപ് സാറും ജെസ്സിയ മിസ് ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ നോക്കലുണ്ടായിരുന്നത്. ജെസ്സിയ മിസ് ഡെയിലി എന്നെ വിളിക്കുമായിരുന്നു, പഠിക്കുന്നുണ്ടോ, ഓരോന്നിൻ്റെ മാർക്ക് കുറയുമ്പോഴായാലും കൂടുമ്പോഴായാലും ആ സപ്പോർട്ട് ചെയ്യാനോ. ദിലീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും വിളിക്കുമായിരുന്നു, പഠിക്കുന്നില്ലേ, ഇപ്പം ഞാൻ ഒരു 2-3 ദിവസം ലൈബ്രറിയിൽ കണ്ടിട്ടില്ലെങ്കിലും വിളിക്കുമല്ലോ, റെഡി അല്ലേ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ജെസ്സിയ മിസ് ദിവസം വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞോ, ഈ ക്വസ്റ്റ്യനിൽ ഈ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞോയല്ലോ, അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്യണോ, ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ആയാലും പിന്നെ ദീപ മിസ് നമ്മളെ ക്ലാസ് ടീച്ചറായിരുന്നു, ദീപ മിസ്സും എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു.
ആകാശിന് നമ്മള് റേസിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ? നമ്മളെ അടുത്തുള്ള ഫ്രണ്ട്സ് തന്നെ നമ്മൾ ഏകദേശം നമ്മൾ ഒരേ മാർക്ക് റേഞ്ചിൽ ഉണ്ടാകുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് ഡൗട്ട് ചോദിച്ചും നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരോ എക്സാമിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുമായിരുന്നു. ആർക്കും കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ളൊരു സെൻസിൽ നമ്മൾ നിന്നിട്ട് ആർക്കാ മാർക്ക് കിട്ടുന്ന അല്ലാത്തവരൊരു ചെറിയൊരു ഇതുപോലെ നമ്മളൊരു രസമായിട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചർമാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തതിൽ നമ്മൾ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സപ്പോർട്ടിൽ നല്ല മാർക്ക് വ്യത്യാസം വരുന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആകാശിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, നമ്മൾ കുറേ സാക്രിഫൈസസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് ഡെഡിക്കേഷൻസ് വെച്ചു, ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ, പുറത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നെന്ന് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു, നല്ലൊരു മാർക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്തൊക്കെയാണ്? ഇപ്പം പറയുകയാണെങ്കിൽ 2 കൊല്ലമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിട്ടൊന്നും ഒരു ഫോളോ അപ്പും ഇല്ല. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ കുറേ കാലം പുറത്തും ഇതൊക്കെ ഒഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ നമ്മളതായ ഇതിലേക്ക് മാറണം. ഈ ബുക്കൊക്കെ വായിക്കണമെന്നുണ്ട്. പിന്നെ കുറേ മൂവീസ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് കുറേ കാലമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കണം. അപ്പം ആകാശിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പം ആസ് എ പാരന്റ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ആകാശിന്റെ ഒരു പഠിത്തത്തിന്റെ ആ ഒരു ജേർണി പോയത്? ആകാശിന്റെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തെങ്കിലും ശരി, സംഭവങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസത്തിന് മിസ്സായി. ഈ പ്രാവശ്യം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് അങ്ങനത്തെ നല്ല സൂപ്പറായിട്ടുള്ള കോച്ചിങ് ആണല്ലോ കിട്ടുക. അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് മിസ്സും വിജി മിസ് അതേമാതിരി ദിലീപ് സാർ ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അന്വേഷിക്കുകയും പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ആകാശം വിൻ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നല്ല മാർക്കുകൾ വരുമെന്നുള്ളതാണ് അവനും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നോ പിന്നീട് വളർന്നു വന്നൊരു ആഗ്രഹമായിരുന്നോ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്ന് പാരന്റിനോട് പറയുന്ന സമയത്ത് സാറിന് എങ്ങനെ ഫീൽ ചെയ്തു? അവന്റെ ആഗ്രഹം അവനൊരു ഡോക്ടറാണെന്നുള്ള അവന്റെ നമുക്ക് മനസ്സിലായി. അവന്റെ പല രീതിയിലുള്ള സംസാരം. പിന്നെ ഞാൻ തന്നെ പറയും, നീ ഡോക്ടറായിട്ടുള്ള സ്വപ്നം കണ്ടോ എന്ന്. സർജറി ആണെങ്കിലും അവൻ കാർഡിയോളജി ആണ് അവൻ ഉദ്ദേശിച്ചത്. നേരത്തെ അവൻ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞത് കാർഡിയാക്കിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഇവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഏട്ടനും തന്നെ ഞങ്ങളെല്ലാരും ഫുൾ സപ്പോർട്ട് എപ്പോഴും അവനുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻസ് ആകാശ് ഷെയർ ചെയ്യാറുണ്ടോ? അതായത് ഇപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ നോർമലി? അവനെല്ലാരും വന്നിട്ട് പറയും. പക്ഷെ എങ്കിൽ പഠിത്തത്തിന് എനിക്കിത് വേണ്ടാന്ന് ഇതുവരെ പറഞ്ഞു. അവനെന്ന് ഇത് തന്നെയായിരുന്നു അവന്റെ എയിം. അവന് ഡോക്ടറാണെന്നുള്ള അവസ്ഥ ആഗ്രഹം. അതെ ഉണ്ടായിരുന്നുള്ളൂ. എയിംസ് ബാച്ചിലാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എയിംസ് ബാച്ചിന്റെ എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എയിംസ് ബാച്ചിന് സ്പെഷ്യൽ കോച്ചിങ് എന്നുള്ള രീതിയിലാണ്. അതായത് എയിംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നോർമലി മെഡിക്കൽ കോളേജിനെക്കാട്ടും കുറച്ചും കൂടെ അപ്പറായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഞങ്ങൾക്കും കൂടുതൽ അറിയാൻ പറ്റുന്നത് ഇപ്പം നിങ്ങളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നതിന് ശേഷവും എയിംസ് ബാച്ചിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് പറ്റിയത് ഇവിടെ റേസിൽ വന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ബാച്ച് എയിംസിൽ തന്നെ നിങ്ങൾ കൊടുത്തതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെയുള്ള ഇവിടെ ഒന്ന് പറയാറുണ്ട്. എയിംസിന് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണം, കുറച്ചും കൂടെ ഹാർഡാണ്, ക്വസ്റ്റ്യൻ പേപ്പർ മറ്റാന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുള്ള കുറച്ചും കൂടെ പോർഷൻ കൂടുതലാണ് മറ്റുള്ള സിലബസിന് അല്ലെങ്കിൽ എയിംസ് അല്ലാത്ത ബാച്ചിനെ അപേക്ഷിച്ചെന്നൊക്കെ ഇവിടെ ഒന്നും പറയാറുണ്ട്. എനിവേ എന്തായാലും അതിൽ തന്നെ പോകാൻ പറ്റിയത് ഭാഗ്യമായിട്ട് ഞങ്ങളിപ്പം കാണുന്നത്. അപ്പൊ ആകാശ് ഒരുപാട് സന്തോഷം, വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റിസൾട്ട്. ഒരു കാർഡിയോളജിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് ഡോക്ടർ ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്.